നൂറ്റാണ്ടുകളായിട്ട് പാരമ്പര്യ തെളിമയിൽ വിളങ്ങി ശോഭിക്കുന്ന കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ ഇടവക സഭയുടെ ഏറ്റവും അംഗസംഖ്യയിൽ മുൻപിൽ നിൽക്കുന്ന ഇടവക എക്കാലവും പ്രാധാന്യം നൽകുന്നത് മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്കാണ്. പാർപ്പിടം, ഭവനം, ഭക്ഷണം, ആരോഗ്യം എന്നീ കാര്യങ്ങൾക്ക് എക്കാലവും പ്രാധാന്യം നൽകുന്ന കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ ഇടവക ഈ വർഷം ജീവിതം മുഴുവൻ ഈ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയും അത് ജീവിതത്തിൽ പ്രായോഗികമാക്കുകയും ചെയ്ത ഏറെ ആദരണീയനും ഭാഗ്യസ്മരണീയനുമായ പത്മഭൂഷൺ ഡോക്ടർ ഫിലിപ്പോസ് മാർ ക്രിസോസ്റ്റം മാർത്തോമ മെത്രാപ്പൊലീത്തായുടെ ആദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ വർഷം കോഴഞ്ചേരി സെൻറ് തോമസ് മാർത്തോമ ഇടവക ഒരു ഇടവകാംഗം സൗജന്യമായി നൽകിയിരിക്കുന്ന 1.5 ഏക്കറിലധികം വരുന്ന സ്ഥലത്ത് 40-ലധികം ഭവനങ്ങൾ മാർ ക്രിസോസ്റ്റം നഗർ ഭവനദാന പദ്ധതി എന്ന പേരിൽ നടപ്പിൽ വരുത്തുവാൻ തീരുമാനിക്കുകയും അതിൻ്റെ ആദ്യഘട്ടമായി 5 വീടുകൾ ഈ വർഷം നിർമ്മിച്ചു നൽകുവാനുള്ള പദ്ധതിയുടെ ഭാഗമായി ഇദംപ്രദമായി ഒരു ഇടവക ഫെസ്റ്റ് നാളെ മുതൽ ഇടവക ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുകയാണ്. 3 ദിവസങ്ങളിലായി നടത്തപ്പെടുന്ന ഇടവക ഫെസ്റ്റിൽ അനേകം അതായത് കൗണ്ടറുകളും വിവിധ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയും പ്രദർശനവും അതുപോലെ തന്നെ ഏറെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലങ്ങളിൽ വാർത്താ ചാനലുകളിലൊക്കെ പ്രസിദ്ധരായിരിക്കുന്ന ആളുകളുടെ പ്രത്യേക പരിപാടികളും ഉൾപ്പെടെ 3 ദിവസം കോഴഞ്ചേരി മാർത്തോമ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തപ്പെടുന്ന ഇടവക ഫെസ്റ്റ് പ്രോഗ്രാമിനോട് അതിൻ്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഒരു വാഹന വിളംബര ജാഥയാണ് ഇന്ന് കോഴഞ്ചേരി മാർത്തോമ ഇടവക അംഗങ്ങൾ കോഴഞ്ചേരി പള്ളിയിൽ നിന്നും ആരംഭിക്കുകയും മാർ ക്രിസോസ്റ്റം നഗർ ഭവനദാന പദ്ധതിയുടെ ഭാഗമായി
നാളെ മുതൽ കോഴഞ്ചേരി മാർത്തോമ ഓഡിറ്റോറിയത്തിൽ ആരംഭിക്കുന്ന ഇടവക ഫെസ്റ്റിന്റെ പ്രാരംഭം കുറിച്ചുകൊണ്ടുള്ള ഇരുചക്ര പുയ്യാൽ ജംഗ്ഷൻ, നെടിയത്ത് ജംഗ്ഷൻ, പഴയതിരുവ്, TB ജംഗ്ഷൻ, തെക്കേമല ടൗൺ എന്നീ ഇടങ്ങൾ കൂടെ കടന്ന് ജില്ലാ ഹോസ്പിറ്റൽ റോഡ് വഴി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലൂടെ മാരാമണ്ണിൽ എത്തി അവിടെ നിന്ന് മടങ്ങി കോഴഞ്ചേരി ടൗണിലൂടെ കോഴഞ്ചേരി പള്ളി അങ്കണത്തിൽ സമാപിച്ചു. അനേകം ആളുകൾ തങ്ങളുടെ വാഹനങ്ങളുമായി ഭക്തി ആദരപൂർവം ഈ വാഹന വിളംബര ജാഥയിൽ പങ്കെടുത്തു എന്നത് ഏറെ സന്തോഷകരവും നാളെ മുതൽ ആരംഭിക്കുന്ന ഇടവക ഫെസ്റ്റിന് അത് കൂടുതൽ ഈ ദേശത്തുള്ള ആളുകൾക്ക് അതറിയുവാൻ തക്കവണ്ണം ഒരു മുഖാന്തരമായി തീർന്നു. ബഹുമാനപ്പെട്ട ഇടവകയുടെ സഹവികാരിമാരായ PJ വർഗീസ് അച്ഛനും മാത്യൂസ് T ജോണച്ചനും ഡോക്ടർ KV തോമസ് അച്ഛനും ഈ വാഹന വിളംബര ജാഥയ്ക്ക് നേതൃത്വം നൽകി എന്നുള്ളതും ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. അതിൽ ഇടവകയിലെ എല്ലാ ആളുകളും വളരെ താല്പര്യത്തോടു കൂടെ വന്ന് പങ്കെടുത്ത്
ഇത് വിജയമാക്കി തീർത്തു. എല്ലാവരോടും ഈ സംഘാടക സമിതിക്കും ഇടവക ചുമതലക്കാർക്കുമുള്ള നന്ദിയും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുന്നു. നാളെ മുതൽ 3 ദിവസം ഇടവകയുടെ ഓഡിറ്റോറിയത്തിൽ വിവിധ പ്രോഗ്രാമുകൾ നടക്കുകയാണ്. 14ലധികം വരുന്ന സ്റ്റോളുകൾ അവിടെ ഉണ്ടാവും. വാഹനങ്ങളുടെ, അതുപോലെ തന്നെ വിവിധ ഭക്ഷ്യധാന്യങ്ങളുടെ, ഉൽപ്പന്നങ്ങളുടെ ഒക്കെ സ്റ്റോളുകൾ ഇടവകയുടെ ഓഡിറ്റോറിയത്തിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ ക്രമീകരിച്ചിട്ടുണ്ട്. അവിടെയെല്ലാം പ്രവേശനം സൗജന്യമാണ്. അവിടെ താഴെ ഉള്ള സ്റ്റേജിൽ നമ്മുടെ കലോത്സവത്തിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കിയ കുട്ടികളുടെ പ്രോഗ്രാമുകളും അതുപോലെ തന്നെ വിവിധ പ്രോഗ്രാമിൽ അഭിരുചിയുള്ള ഇടവക അംഗങ്ങളുടെ പ്രോഗ്രാമുകളുമൊക്കെ അവിടെ ക്രമീകരിച്ചിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ വൈകിട്ട് 6 മണി മുതൽ പ്രത്യേക പ്രോഗ്രാമുകൾ ഫ്ലവർ ചാനലിൽ ഇപ്പോൾ ഏറെ പ്രസിദ്ധമായിരിക്കുന്ന ഇത് ഐറ്റം വേറെ എന്ന പ്രോഗ്രാം, കോമഡി ഷോ അവതരിപ്പിക്കുന്ന കലാകാരന്മാരുടെ പ്രത്യേക പ്രോഗ്രാമുകൾ, തൻ്റെ കുറവുകളെ നിറവുകളാക്കി മാറ്റിയ എലിസബത്ത് ജോണിൻ്റെ ഗാന പ്രോഗ്രാമുകൾ, പിന്നണി ഗായകനായ മർക്കോസ്, അതുപോലെ പിന്നണി ഗായികമാരായിരിക്കുന്ന ആളുകളുടെ പ്രത്യേക പ്രോഗ്രാമുകൾ, ഇതെല്ലാം ഉൾപ്പെടുത്തി സമാപനം കോഴഞ്ചേരി മാർത്തോമ ഇടവക യുവജന സഖ്യത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ക്രിസ്മസ് ഗാന വിളംബര സന്ധ്യ കാഹളം 2024 കൂടിയാണ് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുന്നത്. കോട്ടയം സെറാഫ് എന്ന ഗായക സംഘത്തിൻ്റെയും ട്രിവാൻഡ്രത്തു നിന്നുള്ള ക്രിസ്മസ് ഗായക സംഘത്തിൻ്റെയും ഒക്കെ പ്രത്യേക ക്രിസ്മസ് ഗാന പരിപാടികൾ, ഒപ്പം ഈ ഇടവകയിൽ നിന്ന് ദേശത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വ്യവസായം നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യവസായ പ്രമുഖരെ ആദരിക്കുന്ന ഒരു പ്രത്യേക ചടങ്ങുകൂടെ ഇതിൻ്റെ കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ പ്രോഗ്രാം സമാപന ദിനമാണ് നടക്കുന്നത്. അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് സംസ്ഥാന ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ വീണ ജോർജ് അവറുകളാണ്. ഇടവക വികാരി റവറൻ എബ്രഹാം തോമസ് അച്ഛൻ്റെയും സഹവികാരിമാരുടെയും അതുപോലെ ഇടവക ചുമതലക്കാരായ വൈസ് പ്രസിഡൻറ്റ് ശ്രീ ബാബു കൈതവന, ട്രസ്റ്റി ബിനു സക്രിയ, അക്കൗണ്ട് ട്രസ്റ്റി നമ്മുടെ സെൻമോൻ വി ഫിലിപ്പ്, ഇടവക സെക്രട്ടറി ശ്രീ ഷിബു കെ ജോൺ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റി ചെയർമാൻമാരുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ പ്രോഗ്രാമാണ് ഈ 3 ദിവസം ഇവിടെ ഒരുക്കി ഇരിക്കുന്നത്. എല്ലാ ആളുകളെയും ഞങ്ങൾ വളരെ സഹർഷമായി സന്തോഷത്തോടുകൂടെ ഈ പ്രോഗ്രാമുകളിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു.